ഹായ്, എൻ്റെ പേര് വിനീത. എൻ്റെ സ്ഥലം തിരുവനന്തപുരം. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. എന്തോ ഇവിടം വരെ ഇങ്ങനെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇപ്പം മുന്നോട്ട് പോകണ്ടേ എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ കളിയാക്കുന്നു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഒരുപാട് പേര് കളിയാക്കുന്നു. അപ്പോൾ വാട്സപ്പിൽ കൂടിയാണ്. അപ്പോൾ ഞാൻ 1-2 പേരോട് പറഞ്ഞു ഇങ്ങനെയാണ്. കുഴപ്പമില്ല, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഓരോരുത്തർ 2 പേരോടൊക്കെ പറയുമ്പോൾ അവർക്ക് ശരി ഇങ്ങനെ അയച്ചു. പക്ഷെ എല്ലാവരും അറിയണ്ടേ എൻ്റെ അവസ്ഥ എന്താണെന്ന്. പറയാം. എൻ്റെ അമ്മ ഒരു രോഗിയാണ്, ഹാർട്ട് പേഷ്യൻ്റ്. സ്ട്രോക്ക് വന്ന് കാലും കൈയെല്ലാം തളർന്ന ആളാണ്. എനിക്കൊരു മൂത്ത സഹോദരമുണ്ട്. അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. അയാൾക്കും കാലും കൈയിലും വിറയലാണ്. ജോലിക്ക് പോകത്തില്ല. അപ്പം എന്തോ ഞരമ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് പ്രശ്നം. പിന്നെ ഇവർ 2 പേരും കാര്യം നോക്കുന്നത് ഏറ്റവും ഇളയ സഹോദരനാണ്. അയാൾക്ക് കൂലിപ്പണി എന്നും കാണില്ല. കൂലിപ്പണിക്കാര അവസ്ഥ അറിയാമല്ലോ, എന്നും കാണില്ല. അപ്പം പിന്നെയും പോയിട്ട് അവർ വാടകയ്ക്ക് താമസിക്കണം. മാസം 7,000-8,000 രൂപയാണ് വേണം. അപ്പോൾ ഇപ്പം തന്നെ 2-3 മാസത്തെ വാടക മുടങ്ങി. അവർക്ക് ഒരു കുടുംബമില്ലേ. അപ്പോൾ അവൻ ഇതെല്ലാം നോക്കണം. അപ്പം എന്നെക്കൊണ്ട് പറ്റണത് 1 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇത് വാടകയും കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം അയാൾ എന്നെ നോക്കണം. എന്നെക്കൊണ്ട് എനിക്ക് വേറെ ഒരു ജോലിയില്ല. 5-6 കോഴി ഞാൻ വളർത്തുന്നുണ്ട്. അതിൽ തുച്ഛമായിട്ട് ലാഭം കിട്ടിയാൽ തന്നെ അതിലൊരു പങ്ക് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ടൊന്നും തികയില്ല. വാടക തന്നെ ഒരു തുക വേണം. അപ്പോൾ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഇന്ന് വരെ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അവസ്ഥ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുന്നോട്ട് പോയാൽ എന്തെങ്കിലും അവർക്കാവുമല്ലോ. വാടകയ്ക്കാണെങ്കിൽ പോലും മരുന്നിനാണെങ്കിൽ പോലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്ത്. നാണക്കേടുണ്ട്, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നാണക്കേടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ, ആൾക്കാർ കളിയാക്കുമല്ലോ എന്ന്. പക്ഷേ നിവൃത്തിയില്ല. എൻ്റെ മനസ്സ് നിറയെ എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മയും സഹോദരങ്ങൾ. അവരെ ഒരു കരയ്ക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ ഞാൻ ഓക്കെയാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നമുക്ക് 3 മക്കളാണ്. എപ്പോഴും അവരെ സഹായിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഏട്ടനും കൂലിപ്പണിയാണ്. ആ ഒരവസ്ഥയിലാണ് ഞങ്ങൾ. അപ്പോൾ ഏട്ടൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. നീ മുന്നോട്ട് പോയിക്കോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കും. അവരോട് മാത്രം പറയാം, ദൈവത്തെ ഓർത്ത്. എനിക്ക് തലയ്ക്ക് സുഖമില്ലേ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. കാരണം എൻ്റെ അവസ്ഥ അവർക്ക് അറിയില്ലല്ലോ. ദൈവത്തെ